ഹായ് മച്ചാമാരെ, എല്ലാവർക്കും KL43 ടെക്ട്രോണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ലിഥിയം ബാറ്ററി ഒക്കെ ഉപയോഗിച്ചത് 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ അത്യാവശ്യം കറണ്ട് പോയാലും നമുക്ക് 12 വോൾട്ട് ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെട്ടവും 12 വോൾട്ട് ഫാനും അതേപോലെ തന്നെ നമുക്ക് വൈഫൈ മോഡം എല്ലാം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മച്ചാമാരെ, നമ്മുടെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3.7 വോൾട്ടിന്റെ ഒരു 9 ബാറ്ററി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു 3 ബാറ്ററി എടുത്തിട്ട് നമുക്ക് ടേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതില് പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും ഒരുപോലെ തന്നെ വന്നത് ഇതിൽ നമുക്ക് ടേപ്പ് ചെയ്തെടുക്കാം. മൂന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവ് ഒരു സൈഡായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മച്ചാന്മാരെ, നമുക്ക് ഇനി ഒരു സോൾഡറിംഗ് ആണ് വെച്ച് ഇതുവരെ സോൾഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു വയർ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോൾഡർ ചെയ്യണം. ഈസി ആയിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 സെറ്റ് ബാറ്ററി നമുക്ക് ഇതുവരെ തന്നെ 2 വശം സോൾഡർ ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ ബാറ്ററിയുടെ 2 സൈഡ് ഇതുവരെ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി വയർ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കോപ്പറിൻ്റെ കുറച്ച് വയറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ടേ. നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബ്ലൂ കളർ വയറാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അളവ് ജസ്റ്റ് എടുത്തിട്ട് നമുക്കിതൊന്ന് സ്ലീവ് ചെത്തിയെടുക്കാമേ. അപ്പം ഇത് ഒരു 3 വയർ ഇതുവരെ ചെത്തിയെടുത്തിട്ടുണ്ടേ. അപ്പം നമ്മുടെ ബ്ലൂ വയറെല്ലാം നമുക്ക് ഈ പോസിറ്റീവ് സൈഡിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാമേ. അതുപോലെ തന്നെ നമുക്ക് ഈ യെല്ലോ വയർ നെഗറ്റീവ് സൈഡ് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ ദേ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മളിനി സെറ്റ് ചെയ്ത ബാറ്ററിയുടെ ചാർജ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 3.84 കിട്ടുന്നുണ്ട്. ഓരോ ബാറ്ററിക്കും നമുക്ക് 4 വോൾട്ടിന് പറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു BMS ബോർഡാണ് കേട്ടോ. ഇതിൽ 12 വോൾട്ട് 20 ആംപിയർ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ ബോർഡിൽ ആദ്യം തന്നെ 0 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുമേലേക്ക് നമുക്ക് നെഗറ്റീവ് സൈഡ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാമേ. ഇനി ആ ബാറ്ററിയുടെ പോസിറ്റീവ് വശം നമുക്ക് 4.2 വോൾട്ട് എന്ന് എഴുതിയേക്കണ ആ സൈഡിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമുക്ക് അടുത്ത ബാറ്ററി സെറ്റ് പിടിപ്പിക്കാമേ. അപ്പം നമുക്ക് ഈ നെഗറ്റീവ് സൈഡ് മറ്റേ ബാറ്ററിയുടെ ബ്ലൂ വയർ കണ്ട അതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അതായത് 4.2 വോൾട്ടിന്റെ സൈഡിലേക്ക് നമുക്ക് ഈ നെഗറ്റീവ് സൈഡ് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ ഉണ്ട്, അത് നമുക്ക് 8.4 വോൾട്ട് എന്ന് എഴുതിയ പോർട്ടിലേക്ക് നമുക്ക് സോൾഡർ കൊടുക്കാം. അപ്പം നമുക്കിത് അടുത്ത ബാറ്ററി സെറ്റും കൂടി പിടിപ്പിക്കാം. അപ്പം നമുക്കിത് രണ്ടാമത് പിടിപ്പിച്ച ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക്, അതായത് 8.4 വോൾട്ടിന്റെ പോർട്ടിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് 12.6 എന്ന പോർട്ടിലേക്കും കൂടി പിടിപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിക്ക് ചെയ്തേക്കണത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വയറൊന്നും വേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് തന്നെ ലിങ്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മീറ്റർ റീഡിങ് കൂടി നോക്കാം. അപ്പോൾ നമുക്കിതിൽ നെഗറ്റീവിലും പോസിറ്റീവിലൂടെ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 11.86 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ബാറ്ററിക്ക് ചാർജ് ഇത്തിരി കുറവാണ്. അപ്പോൾ നമുക്കൊന്ന് റീചാർജ് ചെയ്തിട്ട് നോക്കാം. ഇനി നമുക്കിത് ബാറ്ററി ഇതുവരെ സെറ്റ് ചെയ്ത് ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ടേപ്പ് ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു ബാറ്ററി കേസ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബാറ്ററി കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഒരു PVC ഒരു പാത്തിയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പരീക്ഷണം ചെയ്തതിൻ്റെ പശയുടെ പാടാണ് അതിനകത്ത് കാണുന്നത്. ഇനി നമുക്കിത് നേരെയാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ബ്ലോ ലാമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് പയ്യെ നേരെയാക്കി എടുക്കാം. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തിനു വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ രീതിക്കായിട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ.
നമ്മുടെ ബാറ്ററി ഇരിക്കാൻ പാകത്തിന് നമുക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഞാനിവിടെ സെൻട്രൽ ബാറ്ററി വെച്ചിട്ട് 2 സൈഡ് മടക്കിയെടുക്കാനുള്ള ഒരു ക്യാബിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊരു ഷീറ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തത് കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് ഹീറ്റാക്കി കൊടുത്തിട്ട് ഒരു 90 ഡിഗ്രി മടക്കിയെടുക്കാം. ഇനി ആ മടക്കിയ കഷ്ണത്തിന് നേരെ പകുതിയായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതിന് 2 സൈഡിലേക്കും ഒരേ സൈഡ് കവർ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതുവരെ വെച്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മച്ചാന്മാരെ 2 സൈഡിലേക്കുള്ള പാനലിങ് റെഡിയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്ക് ഇതുവരെ ചെറിയ പീസ് നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗമ്മ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്ലെക്സ് ക്വിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ബോക്സ് ഇതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതേപോലെ 2 ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണ്ടേ. അത് നമുക്കത് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 സൈഡ് ഇതുവരെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി കവറും കൂടി വെച്ച് ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കവറിലേക്ക് ഇതേപോലെ ഒരു ചാർജിങ് പോർട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഇതേപോലത്തെ 2 ജമ്പർ ജാക്കും കൂടി സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് ലെവൽ അറിയാൻ വേണ്ടി ഇതേപോലെ 4 LED ബൾബും കൂടി സെറ്റ് ചെയ്യണം. പിന്നെ ഇതേപോലത്തെ 2 സ്വിച്ചും കൂടി സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ LED ലൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 ഹോൾ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹോൾ ചെയ്യുന്നുണ്ടേ. ആ LED ലൈറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു സ്വിച്ചും കൂടി സെറ്റ് ചെയ്യുന്നുണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ജമ്പർ ജാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹോളും കൂടി ഇതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഇനി ഈ ഭാഗത്തേക്ക് നമുക്കൊരു സ്വിച്ചും കൂടി സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി ചാർജുള്ള ഈ ജാക്ക് നമുക്ക് ഈ സൈഡ് ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്കിതെല്ലാം ഊരി മാറ്റിയിട്ട് ഇത് കവർ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാമേ. അതിന് മുമ്പ് നമുക്കൊന്ന് വാട്ടർ പേപ്പർ അടിച്ചൊന്ന് സ്മൂത്ത് ആക്കണം കേട്ടോ. എന്നിട്ടാണ് പെയിൻറ്റ് അടിക്കാനായിട്ട്. ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് സ്പ്രേ പെയിൻ്റാണ് എടുക്കുന്നത്. നമ്മുടെ കവർ ഇതേപോലെ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എടുക്കാമേ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ കവർ സ്പ്രേ ചെയ്ത് എല്ലാം ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ LED ബൾബ് ഓരോ ഹോളിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 4 LED ബൾബ് ഇതേവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമ്മുടെ LED നീണ്ടിരിക്കുന്ന ലെഗുകളെല്ലാം കട്ട് ചെയ്ത് ഇതേവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 1K റെസിസ്റ്ററാണ് കേട്ടോ. ഇത് നമുക്ക് LED ബൾബിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നമുക്ക് LED ലൈറ്റിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ അത് നോക്കി വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ റെസിസ്റ്ററെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ LED ബൾബ് എല്ലാം ഒരു ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് ഒട്ടിച്ച് സെറ്റാക്കി നിർത്താം. അപ്പോൾ മച്ചാന്മാരെ ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ കേട്ടോ. ഇത് ഇതിൻ്റെ നെഗറ്റീവ് ലൈനോ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് വെച്ചിട്ട് സ്വിച്ച് വഴി നമുക്ക് ഇത് പോസിറ്റീവ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലത്തെ 2 വയറുകൾ ഉപയോഗിച്ച് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ജമ്പർ ജാക്ക് ഇതേപോലെ പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ജമ്പർ ജാക്കിലേക്കുള്ള സ്വിച്ച് സെറ്റ് ചെയ്യാമേ. നമ്മുടെ ജമ്പർ ജാക്കിലേക്കുള്ള കണക്ഷൻ ഇതേപോലെ ക്ലിപ്പ് വയർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജാക്കിലേക്കുള്ള ഒരു വയർ സ്വിച്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ജമ്പർ ജാക്കിലേക്കും ലൈറ്റിലേക്കുള്ള പോസിറ്റീവ് ലൈൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഇത് ഒരു ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് ബാറ്ററി കേസിലേക്ക് ഒട്ടിച്ച് വെക്കാമേ. ഇനി നമുക്കിത് നമ്മുടെ ചാർജിങ് പോർട്ട് സെറ്റ് ചെയ്യാമേ. അപ്പം നമ്മുടെ ചാർജിങ് ജാക്കിൻ്റെ ചെറിയ ലീഡ് പോസിറ്റീവും വലിയ ലീഡ് നെഗറ്റീവും ആണ് കേട്ടോ. അപ്പം നമുക്ക് ചെറിയ ലീഡിൽ നിന്ന് നമ്മുടെ ഈ പോസിറ്റീവ് ഭാഗത്തേക്ക് ലൈൻ കൊടുക്കാം. അതേപോലെ വലിയ ലീഡിൽ നിന്ന് നെഗറ്റീവ് ഭാഗത്തേക്കും കൊടുക്കാം.
മച്ചാന്മാരെ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ ബോഡിയിലേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ടോപ്പ് കവറിനൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വശം പോസിറ്റീവിലേക്കും നെഗറ്റീവ് സൈഡ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് നമ്മുടെ PMS ബോർഡിൻ്റെ പുറത്തുനിന്ന് ഒട്ടിച്ചേക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കവർ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമേ. അപ്പം നമുക്കിത് സ്ക്രൂ ചെയ്യാൻ വേണ്ടി 2 ഹോൾ വീതം 2 സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രൂ വെച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്കിത് ഒരു 12 വോൾട്ട് ചാർജറും കൊടുത്തിട്ടാ നമുക്കിപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒന്ന് കുത്തിയിട്ടേക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ബാറ്ററി ചാർജ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലെവൽ ഇൻഡിക്കേഷൻ എല്ലാം ഫുൾ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുൾ ഇപ്പോൾ ചാർജ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ 20 വോൾട്ടിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. 12.10 നമുക്ക് ഇപ്പോൾ ചാർജ് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ലോഡ് കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു LED സ്ട്രിപ്പാണ് എടുക്കുന്നത്. നമുക്കിതിവിടെ സെറ്റ് ചെയ്ത് വെക്കാമേ. അപ്പോൾ നമുക്ക് ഈ ജാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗുണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തിരിച്ച് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെ നമുക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മേലിൽ 2 ഹോൾ കണ്ടോ, അതുപോലെ അതിലിട്ട് ഇറക്കി വെച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 12 വോൾട്ട് LED ബൾബ് ഉള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നല്ല കേട്ടോ. നമുക്ക് 12 വോൾട്ട് ഫാൻ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ബൾബുകൾ വേറെ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ വണ്ടികളിലൊക്കെ വരുന്ന ബൾബെല്ലാം 12 വോൾട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഇത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. നമുക്കൊരു 12 വോൾട്ട് സോളാർ പാനൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ബാറ്ററിയുടെ ചാർജ് അറിയാൻ ഇൻഡിക്കേഷൻ നമുക്ക് ഇതുപോലെ ഓഫ് ആക്കാനും പറ്റും, ഓൺ ആക്കാനും പറ്റും കേട്ടോ. നമ്മളിത് അത്യാവശ്യം ഓടിച്ച് ചാർജ് ഇത്തിരി കുറഞ്ഞ ശേഷമുള്ള ഇൻഡിക്കേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു 3 ലൈറ്റ് പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചാർജ് ഏകദേശം കുറഞ്ഞുണ്ട്. ഇപ്പോഴത്തെ ചാർജ് 7.4 കേട്ടോ. ഇനിയും ചാർജ് കുറയുന്നതനുസരിച്ച് നമുക്ക് ഓരോ ലൈറ്റ് വെച്ച് കെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ മച്ചാന്മാരെ നമ്മളിവിടെ 3 സെറ്റിൻ്റെ 3 ബാറ്ററി വെച്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് അത്ര ലാസ്റ്റിങ്ങും കൂടും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.